നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ഞായറാഴ്ചയാണ്. വരും ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ് ഇന്ന്. വരും ആഴ്ചയിലെ ആഗോള ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ സ്റ്റോക്കിംഗ് ന്യൂസും ഡിവിഡൻഡ് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ കഴിഞ്ഞ ആഴ്ചയിലേക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലാണ് നമ്മൾ കാണുന്നത്. നിഫ്റ്റി തിങ്കളാഴ്ച പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു, ചൊവ്വാഴ്ച റെഡിൽ അടച്ചു. ബുധനാഴ്ച ദിവസം നിഫ്റ്റി റെഡിൽ അടച്ചിട്ടുണ്ട്, പക്ഷേ ഗ്യാപ്പ് ഡൗണിലായിരുന്നു. വ്യാഴാഴ്ച ദിവസം ഗ്യാപ്പ് അപ്പിലായിരുന്നു, എങ്കിലും റെഡിൽ അടച്ചു. വെള്ളിയാഴ്ച ദിവസം നിഫ്റ്റി ഗ്യാപ്പ് ഡൗണിലാണ്, അതിനുശേഷം ഗ്രീനിൽ അടച്ചു എന്നുള്ള ആ ഒരു രീതിയിലാണ് ഉള്ളത്. നിഫ്റ്റി കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പൺ 22,299 എന്ന് പറയുന്ന ലോ വ്യാഴാഴ്ച ദിവസം ക്രിയേറ്റ് ചെയ്തു. അതേ വ്യാഴാഴ്ച ദിവസം തന്നെ 22,600 മറികടന്നിട്ടുണ്ട്. വീക്കിലി അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 22,400 എന്ന റേഞ്ചാണ്, 450. വെള്ളിയാഴ്ച ക്ലോസിംഗ് നടത്തിയത് 22,513 എന്ന റേഞ്ചിലാണ്. അതായത് വീക്കിലി അടിസ്ഥാനത്തിൽ നിഫ്റ്റി ഒന്നും പോയിട്ടില്ല. ഹ്യൂജ് കൺസോൾട്ടേഷനാണ് നടന്നിട്ടുള്ളതെങ്കിൽ കൂടിയും കഴിഞ്ഞ ആഴ്ചകളിൽ നിഫ്റ്റി വീണ്ടും അതിൻ്റെ ഒരു ഫ്രഷ് ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഈ ഒരാഴ്ച ഇന്ത്യയുടെയും അല്ലെങ്കിൽ US-ൻ്റെയും എല്ലാം തന്നെ പ്രധാന ഈവൻറ്റുകളുണ്ട്. എങ്കിലും ഈ ആഴ്ചനേക്കാളും കൂടുതൽ നെക്സ്റ്റ് വീക്കാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് കൂടുതൽ ഈവൻറ്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരാഴ്ച. കാരണം അടുത്ത ആഴ്ച മിഡോട് കൂടിയിട്ട് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ജയൻറ്റ് IT കമ്പനി ആയിട്ടുള്ള HCL ടെക്, TCS, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് വരികയും 20-ാം തീയതി, അതായത് അടുത്ത ശനിയാഴ്ച ദിവസം HDFC ബാങ്കിൻ്റെ റിസൾട്ട് വരികയും ഇന്ത്യയിലെ ഇലക്ഷൻ്റെ ഫസ്റ്റ് ഫേസ്, ലോക്സഭാ ഇലക്ഷൻ്റെ ഫസ്റ്റ് ഫേസ് തുടങ്ങുകയും ചെയ്യുന്ന ഒരാഴ്ചയാണ് നെക്സ്റ്റ് വീക്ക്. ഈ ഒരാഴ്ചയിൽ മാർക്കറ്റ് ഒരു ദിവസം മാർക്കറ്റ് അവധിയുണ്ട്. ബക്രീദ് കാരണം, ഈദ് കാരണം മാർക്കറ്റ് അവധിയുണ്ട്. അപ്പോൾ 4 ദിവസമാണ് മാർക്കറ്റിൻ്റെ പ്രവൃത്തി ദിവസങ്ങളുണ്ടാവുള്ളൂ. നിഫ്റ്റിയുടെ ലോട്ട് സൈസുകളിലെല്ലാം തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതിയ ഇൻഡെക്സുകളെല്ലാം തന്നെ നിഫ്റ്റിയിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള മാറ്റങ്ങൾ NSEയും BSEയും കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരാഴ്ച ആദ്യമായിട്ട് സ്റ്റോക്കിൻ്റെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. അവർ ഏകദേശം ഒരു 1,10,000 രൂപ ഉള്ള പുതിയ ഒരു ഫാമിലി സ്കൂട്ടർ അവർ ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസ്. ഐഡിയ കമ്പനി 2,075 കോടി രൂപ ആദിത്യ ബിർള ഗ്രൂപ്പ് ബോർഡ് ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരു തീരുമാനം ബോർഡ് അംഗങ്ങൾ അംഗീകാരം കൊടുത്തു. കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചി കേന്ദ്രമായിട്ടുള്ള കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നേട്ടം കൈവരിച്ചിട്ടുണ്ട്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും സ്വകാര്യത വളരെയധികം കൂടുതൽ കാത്തു സൂക്ഷിക്കുന്ന US-ലെ നേവി, ആ US-ലെ നേവിയുടെ ഒരു കപ്പൽ, ഒരു ഷിപ്പിൻ്റെ മെയിൻ്റനൻസ് വർക്ക്, ആ ഒരു വർക്ക് കിട്ടിയിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിനാണ്. അപ്പോൾ ആഗോള തലത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു ഓർഡറാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ മനോരമ ന്യൂസ് പേപ്പറിൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. യുണൈറ്റഡ് ബിവറേജസ് കമ്പനി ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. 269 കോടി രൂപയുടെ ഒരു GST ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് കിട്ടിയെന്നുള്ള ന്യൂസ്. ബാങ്ക് ഓഫ് ഇന്ത്യ Q4 ബിസിനസ് അപ്ഡേറ്റ് ആണ്, Q4 റിസൾട്ട് അല്ല, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ 7.38 ലക്ഷം കോടി രൂപയുടെ ഡെപ്പോസിറ്റ് കമ്പനി റീച്ചായി എന്നുള്ള വളരെ ബാങ്ക് മികച്ച രീതിയിലുള്ള ഡെപ്പോസിറ്റ് വർദ്ധിപ്പിച്ചു എന്നുള്ള ന്യൂസ്. IT ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വിപ്രോയുടെ CEO റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണുള്ളത്. 1. 2. അസഞ്ചർ ഏകദേശം ഒരു 2 ആഴ്ച മുന്നോടിയായിട്ടാണ്, 2 ആഴ്ച മുന്നേ അവരുടെ റവന്യൂ ഫോർകാസ്റ്റ് കുറയ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന IT സെക്ടറിൽ നിന്നുള്ള ന്യൂസ് അസഞ്ചർ ഏകദേശം 19,000 പേരെ പിരിച്ചുവിടുന്നു എന്നുള്ള ന്യൂസ്. കൂടാതെ തന്നെ കോഗ്നിസെൻ്റ് ഉൾപ്പെടെയുള്ള മറ്റ് IT കമ്പനീസ് സാലറി ഹൈക്ക് എല്ലാം തന്നെ മാറ്റി വെച്ചു എന്നുള്ള ന്യൂസാണ്. ശ്രദ്ധിക്കുക. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി 17% ഇവരുടെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി വർദ്ധിപ്പിച്ചതായിട്ട് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഗുൽഷൻ പോളി കമ്പനി BPCLൻ്റെ ഭാഗത്തു നിന്നും HPCLൻ്റെ ഭാഗത്തു നിന്നും എത്തനോൾ സപ്ലൈ ചെയ്യുന്ന ഒരു ഓർഡർ കിട്ടി. ടാറ്റ സ്റ്റീൽ ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 4% കമ്പനി ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി നേട്ടം കൈവരിച്ചു. ഗ്ലാൻ ഫാർമ പുതിയ മെഡിസിന് US-ലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതായിട്ടുള്ള ന്യൂസ്.
ടൈറ്റാൻ കമ്പനി ഇന്ത്യയുടെ ലീഡിംഗ് ആയിട്ടുള്ള ജ്വല്ലറി സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ടൈറ്റാൻ 17% ഇയർ ഓൺ ഇയർ അവരുടെ റവന്യൂ ഗ്രോത്ത് അവർ നേടി എന്നുള്ള ന്യൂസാണ്. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടിയെങ്കിൽ കൂടിയും കല്യാൺ ജ്വല്ലറി ഉൾപ്പെടെയുള്ള സ്വർണ്ണ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്ക് സെയിൽസ് കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. GE പവർ കമ്പനി 10 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. ഡോക്ടർ റെഡ്ഡി കമ്പനി ബയർ ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഗ്രേവ്സ് കോട്ടൺ കമ്പനി ട്യൂസിയോ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് 3 വീലർ ലൈറ്റ് സ്പീഡ് 3 വീലർ മാനുഫാക്ചർ ചെയ്യുന്നൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ടാറ്റ പവർ കമ്പനി ജൽപുര പവറിൻ്റെ 100% ഈ ഒരു കമ്പനീനെ ടാറ്റ പവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. റൈറ്റ്സ് കമ്പനിക്ക് IIT മദ്രാസിൽ നിന്നൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് ലഭിച്ചു. ഇന്ത്യൻ ഹോട്ടൽ മെർലിൻ ഗ്രൂപ്പായിട്ടൊരു പുതിയ ഹോട്ടൽ ശൃംഖല വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഒരു ന്യൂസ്. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും സ്വിംഗ് കോഴ്സും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സും ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ കോഴ്സ് കോഴിക്കോടും കൊച്ചിയിലും ഓഫ്ലൈനായിട്ട് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇനി ഗ്ലോബൽ ഈ അടുത്ത ആഴ്ചയുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റ് നോക്കുക. US നിന്ന് ഏപ്രിൽ 10 ഇൻഫ്ലേഷൻ ഡേറ്റ 6 PM 11 ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം 6 PM വരുന്നുണ്ട്. ചൈനയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ 7 PM ഏപ്രിൽ 11. യൂറോസോണിൻ്റെ ഏപ്രിൽ 11 അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം. ജർമ്മനിയുടെ ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ ഏപ്രിൽ 8 11:30. ഇന്ത്യയിൽ നിന്ന് പ്രധാന ഈവൻ്റ് ഒന്നുമില്ല. ഏപ്രിൽ 12 യൂറോസോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം, ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, UK GDP ഡേറ്റ എല്ലാം തന്നെ സമയം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിശദമായിട്ടുള്ള ഗ്ലോബൽ ഈവൻറ്റ്, IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറയുന്ന നമ്മുടെ vismate.comൻ്റെ ട്രേഡിംഗ് വിങ് ആയിട്ടുള്ള ട്രേഡ് ബഡി ടാബിൽ എല്ലാം ആക്സസ് ചെയ്യാം. ഫ്രീ ആണ്. പരസ്യങ്ങളൊന്നും ഇല്ലാതെ, നമ്മളെ ശല്യപ്പെടുത്താത്ത ഒരു പരസ്യം ഒന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഡിവിഡൻഡ് ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഏപ്രിൽ 8 എല്ലാം റെക്കോർഡ് ഡേറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഏപ്രിൽ 8 ഇന്ത്യ മെറ്റൽ 15 രൂപ, പ്രൈം പ്ലാസ്റ്റിക് 2 രൂപ, സൺ TV 3 രൂപ. ഏപ്രിൽ 10 DCM ശ്രീരാം 2 രൂപ, വിസിയസ് ഇന്ത്യ 10 രൂപ, ഗുഡ് ലക്ക് ഇന്ത്യ ഏപ്രിൽ 12 2 രൂപ. ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഈ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ റെക്കോർഡ് ഡേറ്റ് ആണ് നമ്മൾ വാർത്തകൾ വായിക്കുന്നത് അല്ലേ. ഇതിനെല്ലാം തന്നെ ഒരു പേ ഔട്ട് ഡേറ്റ് ഉണ്ടാവും. ഈ പേ ഔട്ട് ഡേറ്റ് വരെ നിങ്ങൾ കാത്തിരിക്കുക. ഈ പേ ഔട്ട് ഡേറ്റിന് ഡിവിഡൻഡ് ആണെങ്കിൽ നേരെ ബാങ്കിൽ വരും. ഇനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്, ബോണസ് ഷെയർ ആണെങ്കിൽ നമ്മുടെ ഡിമാറ്റിൽ അത് വരും. അപ്പോൾ അത് വരാത്തത് കൊണ്ട് നമ്മൾ പരാതിപ്പെടാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അതിൻ്റെ എന്നാണ് ഡേറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഭൂരിഭാഗം പ്രശ്നങ്ങളും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളത് നമുക്ക് കൃത്യമായ ധാരണക്കുറവ് കൊണ്ടാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കൃത്യമായ ധാരണ വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഈ ഡോയും നാസ്ഡാക്കും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏറ്റവും താഴെ കാണാം. കൂടാതെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് എന്ന റെഡിലടച്ചു. ഡോ ഫ്യൂച്ചർ എല്ലാം തന്നെ പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ റാലി ഉണ്ടായിരുന്നു. ഏഷ്യൻ മാർക്കറ്റ് റെഡിലായിരുന്നു. ഗോൾഡ് പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലേക്ക് $2,329 എന്നുള്ള നിലയിലാണ്. വിശദമായിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ അടുത്ത ദിവസം പ്രീ മാർക്കറ്റ് നമ്മൾ കാണാം. നമ്മൾ പൊതുവേ കണ്ടൊരു കാര്യം, US മാർക്കറ്റ് ഇടിഞ്ഞിരുന്നു, തിരിച്ചു കയറി. ബിറ്റ്കോയിൻ ഇടിഞ്ഞിരുന്നു, തിരിച്ചു കയറി. ഗോൾഡ് കയറിയിരുന്നു, വീണ്ടും കയറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇടിഞ്ഞിരുന്നു, വീണ്ടും തിരിച്ചു കയറി. അതായത് ഗിഫ്റ്റ് നിഫ്റ്റി -53 വരെ പോയതായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം രാത്രി. എന്നാൽ ഇത്ര ശക്തമായ രീതിയിൽ ഈ US മാർക്കറ്റ് റാലി ചെയ്തപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയും റാലി രേഖപ്പെടുത്തി +50 എന്ന നിലയിലാണ് നിൽക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ആസ് ഓഫ് നൗ. ഇനി നെക്സ്റ്റ് ഡേ ഏഷ്യൻ മാർക്കറ്റിനോടൊപ്പം തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ഫലങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നാളെ രാവിലെ 7:00 വിശദമായിട്ട് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.